സുന്നത്തായ കർമ്മങ്ങൾ അതിൻ്റെ ഹക്ക് പോലെ നിർവഹിച്ച് ശരിയായ ആത്മീയത നേടിയെടുത്ത് അള്ളാഹുവിൽ ലയിച്ച് അവർക്ക് ഉറക്കമില്ല, അവർക്ക് ദുന്യാവിൻ്റെയോ ആഖിറത്തിൻ്റെ സ്വർഗവും അവർ ചോദിക്കുന്നില്ല, നരകത്തിനെ തൊട്ട് അവർ അഭയം തേടുന്നില്ല. നരകമായിക്കോട്ടെ, എനിക്ക് നരകം തന്നാൽ വേണ്ടിയില്ല, എനിക്ക് എൻ്റെ പൊരുത്തം വേണോ. അങ്ങനെ അള്ളാഹുവിൽ ലയിച്ചതിൻ്റെ പിന്നിൽ അതാ ഇരുമ്പ് തീയിൽ ലയിച്ചപ്പോൾ തീയിൻ്റെ എല്ലാ ഔസാഫുകളും നേടിയെടുത്തതുപോലെ മഹാന്മാർ അള്ളാഹുവിൻ്റെ ഫവറുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അപാരമായ കഴിവുകൾ അവർ നേടിയെടുത്തു. പക്ഷേ തീയെപ്പോഴെങ്കിലും വിചാരിക്കുക എനിക്കും എന്നെപ്പോലെ കൈവായി ഇരുമ്പ് വിചാരിച്ചാൽ പെട്ടെന്ന് ഇരുമ്പ് തണുത്തു എന്ന പോലെ ഏതെങ്കിലും ഒരു തങ്ങള്, ഏതെങ്കിലും ഒരു ആലിമ്, ഏതെങ്കിലും ഒരു വലിയ ഞാനല്ല ആയിപ്പോയെന്ന് വിചാരിച്ചാൽ അത് ഇരുമ്പ് തണുക്കും പോലെ തീയോ ബന്ധം മുറിക്കുമ്പോഴത്തേന് ഇരുമ്പ് തണുത്ത പോലെ പോലും തണുത്തു. അങ്ങനെ ബർസീസി, ബല്ലാമു, ഇബ്നു സഖയൊക്കെ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അവസാന നിമിഷത്തിൽ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് ഞമ്മക്കുമാണല്ലോ മരിക്കുക, ഞമ്മക്കും മരിക്കണമല്ലോ. ഇതുപോലെ പാറൻ്റെ ഉള്ളിലുള്ള പിന്നെ ബൈരം കാണാൻ മാത്രമൊന്നും ഞങ്ങൾ പെട്ടെന്നൊന്നും ആകാൻ കഴിയില്ല. അതിന് കുറച്ച് പണിയുണ്ട്, അതിന് പണി കുറച്ചുണ്ട്. എന്നാലും ഒരു മൂമിനായൊരു മനുഷ്യനായി, ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ളൊരു മനുഷ്യനായി, തഖ്വയുള്ളൊരു മനുഷ്യനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ വേണമല്ലോ സഹോദരന്മാരെ. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാദില്ലാത്ത, വലബില്ലാത്ത, ഉജുബില്ലാത്ത, ഹിഖദില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക്, ഇവിടെ ഒരുപാട് ഖൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ നിന്ന് ദ്വാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിൻ്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. PV മുഹമ്മദ് ഹാജി കുറ്റിക്കാട്ടു. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ലഭിച്ച ഒരു മഹാവ്യക്തി പടച്ചവനെ, ഈ സയ്യിദന്മാർ, ഉഖ്റവിയ ആലിമീങ്ങൾ, നേരത്തെ സഖാഫി പറഞ്ഞില്ലേ ഒരുപാട് മഹാന്മാരെ പൊരുത്തം ലഭിച്ച ആള്. ഞാൻ കണ്ടതാ വടകര ഓരത്തിൽ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഹക്കീം എന്നോര് എന്ന് പറഞ്ഞ് ഭാര്യയിട്ട് ഇങ്ങനെ കൊടുക്കുക, പിന്നെയും ഭാര്യയിട്ട് കൊടുക്കുക. ഹക്കീം എന്നോരെന്നാ പറയുന്നത്. ഹക്കീം എന്നോര് വേറെ ആർക്കും അവിടെ ഭാര്യയിട്ട് കൊടുത്തില്ല. അങ്ങനെ ആട് ഉള്ളും പുറവും ഭാര്യ കോരി കൊടുത്തിക്കുന്നു. അള്ളാഹു ആ ദർജനി ഏറ്റിക്കൊടുക്കട്ടെ. സഹോദരന്മാരെ, അവരൊക്കെ ഫവർ നമുക്ക് കുറെ കഴിഞ്ഞിട്ടേ തിരിയൂ. അങ്ങനത്തെ പല മഹാന്മാരുള്ള സദസ്സിലേക്ക് റഹ്മാനായ റബ്ബേ, ഈ പോരിശയാക്കപ്പെട്ട സദസ്സിലേക്ക് 5000 പറഞ്ഞ ആ റസൂലുള്ളാഹിന്റെ പേര് ലഭിച്ച മാന്യവ്യക്തിക്ക് നീ ഒരു ശുദ്ധമായ കൽബ് നൽകണേ അല്ലാ, ശുദ്ധമായ കൽബ് നൽകണേ അല്ലാ. ഈ പറയപ്പെട്ട ഒരു ദുർഗുണവുമില്ലാത്ത കൽബിന്റെ ഉടമയായി, നിറഞ്ഞ ഈമാൻ, തഖ്വയുടെ പ്രകാശമുള്ള ഹൃദയത്തിന്റെ ഉടമയായി അദ്ദേഹത്തെ നീ സ്വീകരിക്കണേ അല്ലാ. അതുവഴി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആത്മീയത അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് നിന്റെ ഖുർആൻ പറഞ്ഞതാണല്ലോ അല്ലാ. ഈ മുഹമ്മദ് ഹാജിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണമല്ല. നീ അവർക്ക് ബർക്കത്ത് ചെയ്യണമല്ല, ഐശ്വര്യം നൽകണമല്ല, ഇജ്ജത്ത് നൽകണമല്ല, പടിപടിയായ ഉയർച്ച നൽകണമല്ല. ആരെയും അറിയിക്കാത്ത എന്തെല്ലാം മശക്കത്ത് അദ്ദേഹത്തെ അതാ വലയം ചെയ്തിട്ടുണ്ടോ അതൊക്കെയും അല്ലാഹുവേ വളരെ പെട്ടെന്ന് തുറസായി റാഹത്തും സന്തോഷവും ഐശ്വര്യവും മഹാന്മാരോടുള്ള മഹബത്തും മുഹമ്മദ് ഹാജിയുടെ ഹൃദയത്തിലേക്ക് നീ പ്രകാശിപ്പിക്കണം അല്ലാ. റഹ്മത്തിക അർഹമർ റഹീം. മണ്ണിൽപ്പാറ മറിയം ബീവിയുടെ പേര് ലഭിച്ച ആ മറിയം ഹജ്ജുമ, അല്ലാഹുവേ മറിയം ബീവിയുടെ കൂടെ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകാൻ മാത്രം ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയാക്കണേ അല്ലാ. ഭർത്താവിന്റെ പരിപൂർണ പൊരുത്തം ലഭിച്ച മക്കളൊക്കെ ഐശ്വര്യമുള്ള ബർക്കത്തുള്ള ഇജ്ജത്തുള്ള സാലിഹീങ്ങളായിക്കൊണ്ട്
ആ മഹദിയുടെ മക്കളെ നീ ഉയർത്തണേ അല്ലാ. മഖ്ബൂലും മബ്റൂറും മർദിയുമായ നിലക്ക് എല്ലാ അമലുകളും അതിൻ്റെ പൂർണ്ണ അറിവോടുകൂടി ആരോഗ്യത്തോടുകൂടി റാഹത്തോടുകൂടി ചെയ്ത് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ ആ പൂർണ്ണ ശുദ്ധത തന്നെ നേടിയെടുക്കുക. ആ മറിയം ഹജ്ജുമാക്കി നീ തൗഫീഖ് നൽകണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മായനാട് കായത്താട്ട് സൈനുദ്ദീൻ 5000. അൽഹംദുലില്ലാ. ഒരാൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ഹൃദയത്തിന് ഈമാന്റെ പ്രകാശം നിറക്കണേ അല്ലാ, തഖ്വയുടെ പ്രകാശം നിറക്കണേ അല്ലാ. ഈമാനിന്റെയും തഖ്വയുടെയും ലക്ഷണമാണല്ലോ അല്ലാഹുവേ ഇത്. റഹ്മാനാ റബ്ബേ, സൈനുദ്ദീൻ ഹൃദയം ഇതേപോലെ പ്രകാശമുള്ള ഹൃദയമാക്കി കൊടുക്കണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ മഹാഭാഗ്യവാന്മാരാക്കണേ അല്ലാ. ഐശ്വര്യം ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. ശൈഖുനാന്റെ പേരിൽ നടക്കുന്ന ഈ മഹത്തായ മജ്ലിസിൽ, മഹാന്മാര് നിറക്കപ്പെട്ട മജ്ലിസിൽ, ഉഖ്റവിയ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ സയ്യിദന്മാരെ മജ്ലിസിലേക്ക് അദ്ദേഹം ഈ തന്ന സദഖ കാരണത്താൽ അവർക്ക് നീ ബർക്കത്ത് ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. ഉഖ്റവിയായ പണക്കാരിൽ പെടുത്തണേ അല്ലാ. ഈ 3 പേർക്കും മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് നൽകണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഒരു പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു സഹോദരി മനസ്സിൽ മുറാദ് ഹാസിലാകാൻ വേണ്ടി കൊടുവള്ളിയിലുള്ള ഒരു സഹോദരിയാണ് 5000 രൂപ. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചവനെ, ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ഈ സദസ്സിൽ ഒരുപാട് മഹാന്മാരുണ്ടല്ലോ അല്ലാ, അവരൊക്കെ ബർക്കത്തുണ്ട്, ശൈഖുനാന്റെ അളമത്തുണ്ട്. ഞങ്ങളെ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് കോടാനക്കോടി ആരിഫീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും പുന്നാര നബി തങ്ങളെ ഹദറത്തിലേക്ക് ചെല്ലിയ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഈ പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത സഹോദരിയുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിയുടെ കൽബ് ഈ പറഞ്ഞ പ്രകാശമുള്ള നഫീസത്ത് ബീവിന്റെ, റാബിയത്ത് ബീവിയുടെ, മൈമൂനത്ത് ബീവിയുടെ, ആയിഷ ബീവിയുടെ, ഫാത്തിമ ബീവിയുടെ ഹൃദയം പോലെ പ്രകാശമുള്ള ഹൃദയമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ നീർന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. ഇജ്ജത്തുള്ള ഭർത്താവിന്റെ പൂർണ്ണ പൊരുത്തം നേടിയ ഭാഗ്യവതിയാക്കണേ അല്ലാ. ആ സഹോദരിയുടെ എല്ലാ മക്കളെയും ഐശ്വര്യമുള്ള ബർക്കത്തുള്ള മക്കളാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടിയാണ് ഇത് നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് മരിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കും അവരോടുകൂടി ജീവിച്ചിരിക്കുന്ന സർവ്വ ബന്ധപ്പെട്ടവർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മായനാട്ട് മേലെ ചെട്ടിയാൻ വീട്ടിൽ കുഞ്ഞാമു 5000 രൂപ സംഭാവന. അൽഹംദുലില്ലാ. ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ കുഞ്ഞാമു എന്ന മാന്യ വ്യക്തിയുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ലാ. പ്രകാശിക്കുന്ന ഈമാനും തഖ്വയും ആ മാന്യ വ്യക്തിക്ക്